ഇതൊരു പഴയ ജീൻസിൻ്റെ അടിഭാഗമാണ്. ഇത് വെച്ചിട്ട് ഞാനൊരു ബാഗ് എന്നും പറയാം, സഞ്ചി എന്നും പറയാം. അത് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ കാലിൻ്റെ അടിഭാഗത്ത് നിന്ന് 2 പീസ് ഞാൻ ആദ്യം മാറ്റി വെച്ച് ഒരു 3 ഇഞ്ച് വീതി വെച്ചിട്ട് ഇത് ഹാൻഡിലിന്, അതായത് സ്ട്രാപ്പ് കട്ട് ചെയ്ത് മാറ്റാം. ഇത് വലിയ ജീൻസ് ആണെങ്കിൽ കുറച്ചും കൂടി വലിപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാഗായാലും സഞ്ചി ആയാലും. ഈ ക്ലോത്തിനനുസരിച്ചുള്ള നീളം വീതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ബാഗിന്. ഇത് പാൻറ്റിൻ്റെ 2 ഭാഗം 2 പീസാണിത്. ഇനി ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബോക്സ് പോലെ കട്ട് ചെയ്തെടുക്കുക. 2 ഭാഗം. കട്ട് ചെയ്ത് മാറ്റാം. ഇത് 1.5 ഇഞ്ച് വേണമെങ്കിൽ 1.5 ഇഞ്ച് ആക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 ഇഞ്ചാണ്. ഈ പഴയ ജീൻസെല്ലാം ഉണ്ടെങ്കിൽ കളയണ്ട, ഇതിനെ കൊണ്ട് സഞ്ചിയാക്കാം. പിന്നെ ഡോർ മാറ്റ് ഉണ്ടാക്കാം. ഇത് ഒരു പോക്കറ്റ് പോലെ വെക്കാന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്യട്ടോ. വെറുതെ കളയണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. ഇനി ആദ്യം നമുക്ക് സ്ട്രാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ പഴയ ജീൻസ്, പഴയ പാൻറ്റുകൾ അതൊന്നും കളയാതെ നമുക്ക് പല രീതിയിലുള്ള ഇങ്ങനത്തെ മെത്തേഡ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതുപോലെ ഡോർ മാറ്റ്, പിന്നെ തലയാണി കവറ്, അങ്ങനെ കുറേ പരിപാടി ചെയ്യാം. അതുപോലെ ഷർട്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കളയാതെ നമുക്ക് തന്നെ അത് ഉപയോഗിക്കാം. ഇനി ഇതടിച്ച് തന്നെ തിരിച്ചിടണം. ഇതിൻ്റെ അളവൊന്നും ഞാൻ കറക്റ്റ് കാണിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഈ പാൻറ്റിന് എത്ര നീളവും വീതിയും കിട്ടിയത് അതനുസരിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഈ നമ്മുടെ പാൻറ്റിൻ്റെ കാലിൻ്റെ ഭാഗം വരുന്നില്ലേ, കാലിൻ്റെ തൊട കഴിഞ്ഞിട്ട് ആ ഒരു പീസാണ് ഞാൻ എടുത്തത്. അവിടെ ആകുമ്പോൾ കുറച്ചും കൂടി വീതി ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ആ ഒരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സ്ട്രാപ്പിനുള്ള പീസ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതുകൊണ്ട് ഞാൻ അളവൊന്നും അങ്ങനെ കറക്റ്റ് ഇതിൽ കാണിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ചെറുതാ വലുതാ ഉള്ളത് അതനുസരിച്ച് കിട്ടുന്നതനുസരിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല ഇതിന്. എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ പഴയത്. ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. കളയണ്ടല്ലോ. അത്യാവശ്യം മാർക്കറ്റിൽ പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാൻ ഉപയോഗിക്കുമല്ലോ. പച്ചക്കറി വാങ്ങിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിക്കാനോ ഉപയോഗിക്കാനോ. ഏതായാലും ഒന്ന് ചെയ്ത് നോക്ക് എല്ലാവരും. ഇനി അടുത്ത് ഇതേ ക്ലോത്ത് വെച്ചിട്ട് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. വേറെ എന്തെങ്കിലും ഒരു പാറ്റേൺ ആയിട്ട്. ഇനി ഞാൻ കാണിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന എത്ര അളവാണോ അത് ഞാൻ കാണിക്കാം. ഇതിൽ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ പകുതി എത്തിപ്പോയില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ എത്ര എനിക്ക്